സാർ ഒരു പുരുഷാധിപത്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. പക്ഷെ സാറ് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ സാറിനോടൊപ്പമുള്ള പാർട്ട്ണറും ഒരുമിച്ചല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറ് തന്നെ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവർക്ക് താല്പര്യങ്ങളുണ്ട് എങ്കിൽ മറ്റൊരാളുടെ കൂടെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പോകാം, അല്ലെങ്കിൽ ആ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു കുടയ്ക്ക് കീഴിൽ നിൽക്കാതെ അവരുടെ താല്പര്യങ്ങൾ അറിഞ്ഞ് അവരെ പുറത്തേക്ക് പോകാൻ അനുവദിച്ചത്? ഇതൊരു തെറ്റായിട്ട് ആളുകൾ മനസ്സിലാക്കിയതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഞാൻ 2005 പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പത്രസമ്മേളനം നടത്തി. കാരണം ഞാൻ പൊതുപ്രവർത്തകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ധാരാളം ആൾക്കാർ കാണാൻ വരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാനത് നിർത്തി എന്ന് പറയേണ്ടത് പബ്ലിക്കായിട്ട് ചെയ്യേണ്ടത് കൊണ്ടാണ് പത്രസമ്മേളനം വിളിച്ചത്. ആ പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, എന്നാൽ പ്രായമായവർ പൊതുമേഖല ആയിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ റിട്ടയർ ചെയ്യണം. ഇതായിരുന്നു ഞാൻ ഒരു പത്രക്കുറിപ്പ് എഴുതിയത്. അതിന് വേറെ ഒന്നും കൊണ്ടല്ല. ജഡ്ജിമാർ റിട്ടയർ ചെയ്യണം, അധ്യാപകർ റിട്ടയർ ചെയ്യണം, ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്യണം, പോലീസുകാർ റിട്ടയർ ചെയ്യണം. ഇത് എല്ലാവരും റിട്ടയർ ചെയ്യണം. പക്ഷേ രാഷ്ട്രീയ സാമൂഹിക മേഖലയുള്ളവർ റിട്ടയർ ചെയ്യേണ്ട. അതെന്ത് കാരണം? കാരണം അവരെ പിരിച്ചുവിടാൻ ആരുമില്ല. ഇത്രയാണ് ലളിതമാണ്. അപ്പോൾ സ്വയം റിട്ടയർ ചെയ്യുക എന്ന് പറയുന്നത് അവർ ചെയ്തേ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ എന്നുള്ള നിലവാരത്തിൽ ഞാൻ പറഞ്ഞ എനിക്ക് പഴയതുപോലുള്ള എഫിഷ്യൻസി കുറഞ്ഞതായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ റിട്ടയർ ചെയ്യുകയാണ്. അത് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നോക്കാം എന്ന് പറയുന്നതാണ് ഒന്ന് എഴുതിയത്. ഞാൻ അന്ന് റിട്ടയർ ചെയ്യുമ്പോൾ ഇരിക്കുന്നവരൊക്കെ ഇപ്പോഴും ചീഫ് മിനിസ്റ്ററും ഈ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെല്ലാം ഇരിപ്പുണ്ട്. ആരും റിട്ടയർ ചെയ്തിട്ടില്ല, ആരും ശ്രദ്ധിച്ചിട്ടില്ല. അടുത്തത്, ലോകത്തിനെ മുഴുവൻ മനസ്സിലാക്കുന്നത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ്. മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ലോകം മുഴുവൻ നിൽക്കുന്നത്. ഭൂമി ഉണ്ടാക്കിയത്, ദൈവം ഉണ്ടാക്കിയതൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാണ്. ഈ മൃഗങ്ങളെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്ന മതപരമായ കാഴ്ച തൊട്ട് ശാസ്ത്രീയമായിട്ട് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ് ലോകത്തിനെ കാണുന്നത്. അല്ലാതെ ലോകത്ത് മറ്റ് എത്രയോ ജീവികളോടൊപ്പം നമ്മളും ജീവിക്കുന്ന ഒരു ജീവിയാണെന്നും അതുകൊണ്ട് മര്യാദയ്ക്ക് മറ്റ് ജീവികളെയും നമ്മളോടൊപ്പം നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന തരത്തിൽ മനുഷ്യ കേന്ദ്രീകൃതമല്ലാതെ ചിന്തിക്കണം, പെരുമാറണം. പക്ഷെ അതിന് എങ്ങനെ പറ്റുമെന്ന് അന്നറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അതിനകത്തുനിന്നും മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഇതിന് മാറി എങ്ങനെ അത് ചെയ്യണമെന്നുള്ള ഇപ്പോൾ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഈ പണി നിർത്തുകയാണ്. പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. ഈ രണ്ട് കാരണവും പറഞ്ഞിട്ടാണ് ഞാൻ എന്നിട്ട് ഹിമാചൽ പ്രദേശിൽ പോയിട്ട് ഒരു 500 മരം വെച്ച് പിടിപ്പിക്കുന്നത്. ഒപ്പം ഞാൻ അതിനകത്ത് എഴുതുന്നുണ്ട്, ഒരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിനകത്ത് ജനിച്ചത് കാരണമുണ്ട് ഞാൻ പുരുഷന്മാരുടെ ആനുകൂല്യങ്ങൾ അനുഭവിച്ച ഒരാളാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, രാത്രി നടക്കാൻ എനിക്ക് പറ്റും, ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്കാണെങ്കിൽ ന്യായം പറയേണ്ടി വരും എന്തുകൊണ്ട് ഞാൻ രാത്രി നടക്കുന്നു. ഈ വ്യത്യാസങ്ങളില്ലാതെ, അതുകൊണ്ട് ഞാനൊരു പുരുഷ കേന്ദ്രീകൃതമായി ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ട് പോലും ഞാൻ പുരുഷനായിട്ടുള്ള ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ ബാധ്യത വന്ന കാരണം കൊണ്ട് ഇനിയും തൊട്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സ്ത്രീകളെ പരിചരിച്ച് സേവിച്ച് എങ്ങനെയാണ് ഭാര്യമാർ, ഹൗസ് വൈഫ്സ് എന്ന് നമ്മൾ പറയുന്ന കുടുംബിനികൾ കഴിയുന്നത് പോലുള്ളൊരു ജീവിതം ഇനി ഞാൻ നയിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തിയത്. ഈ സമയത്താണ് ആൾക്കാർ എന്നോട് സംസാരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും കണ്ടാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏരിയ മാത്രമേ ചർച്ച, മറ്റേത് രണ്ടും വിട്ട് ചർച്ചയ്ക്കേ ഇല്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ കുടുംബമൊക്കെ അപ്പം നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ്, കുഞ്ഞിനെ വളർത്തുന്നതിനാണ് നമ്മൾ കുടുംബം ഉണ്ടാക്കുന്നത്, അതിനാണോ നമ്മൾ കുടുംബം ഉണ്ടാക്കുന്നത്? അല്ലാതെ നമ്മൾ സത്യത്തിലല്ല. നമ്മൾ ഇണകളായിട്ട് ജീവിക്കുന്നതിന് എന്തിനു കുടുംബം? രണ്ടുപേര് തമ്മിൽ ഇഷ്ടം കൊണ്ട് ജീവിക്കുന്നതെന്ന് പറയുന്ന കുടുംബമല്ല. കുടുംബം കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴാണ്. കുഞ്ഞുങ്ങളെ നർച്ചർ ചെയ്യാൻ രണ്ടുപേർക്ക് പണിയുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർ കുടുംബമായിട്ട് ജീവിക്കുന്നില്ല? അവരില്ല, അവർ ഒന്നിച്ച് ജീവിക്കുന്നേ ഉള്ളൂ അർത്ഥം. നമ്മുടെ കുടുംബം എന്ന് പറയുമ്പം അടുത്ത തലമുറയെ നർച്ചർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത്. കാരണം കുട്ടികളായിട്ട് കുഞ്ഞുങ്ങൾ എല്ലാവരും ജനിക്കുകയുള്ളൂ. അപ്പോൾ ഒരാൾ ജനിക്കുന്ന കുഞ്ഞായത് കാരണം കൊണ്ട് അവരെ പരിചരിച്ച് നമ്മളെപ്പോലുള്ള വ്യക്തികളാക്കി മാറ്റേണ്ടതുണ്ട്. അല്ല, വ്യക്തികൾ ജനിക്കത്തില്ല, കുട്ടികളെ ജനിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ സമൂഹത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുട്ടികളെ വളർത്തുക എന്ന് പറയുന്ന പ്രക്രിയയ്ക്കകത്താണ് കുടുംബം നിലനിൽക്കേണ്ടത്. അത് കഴിഞ്ഞ് ആ തൊഴിൽ തീർന്നതിന് ശേഷവും ഒരു കാര്യവും ഇല്ലാതെ വീട് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ വയസ്സന്മാർ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എവിടെയോ പറന്നു പോയ കുഞ്ഞുങ്ങൾ തിരിച്ചു വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന വീടുകളാണ് ഈ വീടുകൾ മുഴുവനും. എന്തിനാണ് അവരാകെ അവിടെ പരസ്പരം സംസാരിക്കുന്നത്? ഈ ലൈറ്റ് നീ അണച്ചില്ല, ഈ ബക്കറ്റ് എന്താ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങളല്ലാതെ വേറെ പിന്നെ ഒരു അർത്ഥവുമില്ല. അർത്ഥശൂന്യമായ വീടുകളുടെ കൂട്ടായ്മയാണ് ഇപ്പോൾ ഈ സമൂഹം.
അതേ സമയത്ത് മറ്റേതങ്ങനെയല്ല, കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് നമ്മൾ ഫുൾ ടൈം പണിയാണ്. ഈ പണി മുഴുവൻ പോയ വയസ്സന്മാരുടെ കൂട്ടായ്മയാണ് ഇപ്പോൾ നമ്മൾ ഈ വീടുകളിൽ നോക്കിയാൽ മതി. 3 മുറി തൊട്ട് 5 മുറി വരെയുള്ള വീടുകൾ ഉണ്ടാക്കിയിട്ട് വീടിന് അപ്സ്റ്റെയറിലാണെങ്കിൽ കയറാൻ പോലും വയ്യാത്തവരായിട്ട് ഇവർ മാറിയിട്ടുണ്ടാവും. എന്നിട്ട് വിഷമിക്കുന്നവരായിട്ടായിരിക്കുന്നത്. ഇത് തിരിച്ചറിയുകയാണ് എനിക്ക് പറ്റിയത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ കുടുംബം തീർന്നു, കുടുംബത്തിൻ്റെ പ്രവൃത്തിയാണ് തീർന്നത്. മകൾ വളർന്നതോടുകൂടി കുടുംബത്തിന്റെ പ്രവൃത്തി തീർന്നു. പ്രവൃത്തി തീർന്നു. അപ്പൊ ഈ കൂടെ ഉണ്ടാവുന്ന പാർട്ട്ണറിനെ എന്താണ്? ഒന്നും ചെയ്യണ്ട, പാർട്ട്ണറാണ്, എൻ്റെ പാർട്ട്ണറല്ലേ. ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല. അവർക്കും എനിക്ക് അല്ല, അപ്പൊ അതൊരു പിന്നെ ഒരു കണ്ടീഷണൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അതൊരു അഡ്ജസ്റ്റ്മെന്റൽ കുടുംബമല്ലേ? ഒരു കുഞ്ഞിനെ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ റോഡില്ല എന്ന് പറഞ്ഞ പിന്നെ നീ നിനക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ പൊക്കോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവന്റെ. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊക്കെ നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. സാറ് പറയുമ്പോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അത് തന്നെയാണ്, ഇതാണ് പെണ്ണുങ്ങളാവുക എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരിക്കലും മോചിക്കാത്ത കുട്ടിക്കാലം തൊട്ട് കുടുംബത്തിൽ കഴിയണമെന്ന് പഠിപ്പിക്കുന്ന കുടുംബിനി ആയതുകൊണ്ടായി ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നത്. മറ്റേതങ്ങനല്ല. ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് ഒരു ചോദ്യം. ഇപ്പോൾ താങ്കൾക്ക് ഒരു പാർട്ട്ണർ ഉണ്ടോ? ഉണ്ട്. അവരാണ് ജയശ്രീ. എന്റെ പാർട്ട്ണറാണ്. അവർ പാർട്ട്ണർ അല്ല, ഞാൻ സാറിനോട് അപ്പോഴും ചോദിക്കുന്നത്, സാർ ഈ രണ്ടും ഇപ്പൊ മക്കളെ വളർത്തി കഴിഞ്ഞാൽ കുടുംബം തീർന്നു. അപ്പൊ അത് സാറിന്റെ കാഴ്ചപ്പാടാണ്? അല്ല, അവരുടെ കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് അവരോട് ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അതുകൊണ്ടാണ് നിങ്ങൾ ഭാര്യയായിട്ട് ജനിച്ചത് കൊണ്ടാണ്, വളർത്തിയത് കൊണ്ടാണ്, കെട്ടിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വേറെ തൊഴിലറിഞ്ഞുകൂടാത്തത്. ഇതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീടുകളിൽ മുഴുവനും ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ കാത്തിരിക്കുന്ന വീടുകളായി മാറിയത് അതുകൊണ്ടാണ്. സാർ ഈ കല്യാണമല്ല, ഈ ലിവിംഗ് ടുഗദർ സമയത്തെ പരസ്പരം തെരഞ്ഞെടുത്ത് അല്ല അപ്പോഴേ പറഞ്ഞിട്ടുണ്ടോ മക്കളെ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഇതില്ല. നമ്മള് ഒന്നും ഇല്ലെന്ന് ആര് പറഞ്ഞു? ഇത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. അല്ല, സാർ ഇപ്പൊ പറയുന്നത് ഞാൻ ഇപ്പോഴും പറഞ്ഞപ്പോഴും അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങളാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതുവരെ ജയശ്രീ ഉപേക്ഷിച്ചെന്ന് നിങ്ങളാണ് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ ഒരു സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു സമയത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേൾക്കുന്നത് ഇങ്ങനെയാണെന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പത്രസമ്മേളനം നടത്തി പിരിയുമ്പം ആകെ കേട്ടത് ജയശ്രീയെ ഞാൻ ഉപേക്ഷിച്ചെന്ന്. ജയശ്രീയെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അവർ താങ്കളെ ഉപേക്ഷിച്ചിട്ടില്ല. അവരും ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ ഒരുമിച്ചാണ് ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നേ. കുടുംബമല്ലെന്നാ പറഞ്ഞത്. അതാണ് മനസ്സിലാക്കണ്ടേ. ഞാനും ജയശ്രീയും കൂടെ ചേർന്ന് നടത്തിയിരുന്ന ഒരു പ്രവൃത്തിയാണ് കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത്. ആ പണി തീർന്നവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാം എന്ന് മാത്രമായി പറയുന്നത്. 20ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മക്കളുടെ മുകളിലുള്ള നമ്മുടെ അവകാശവും സാധനവും തീരും. അതാണ് വ്യക്തി എന്ന് പറയുന്നത്. അവർക്ക് വോട്ട് കിട്ടും, അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും, അവർക്ക് മദ്യപിക്കാനുള്ള അവകാശം കിട്ടും. ഇതെല്ലാം അവർക്ക് കിട്ടും. ഇതിനെയാണ് പ്രായപൂർത്തിയാകുക എന്നത്. പ്രായപൂർത്തിയായി കഴിഞ്ഞ് വളർത്താൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് മക്കള് തല്ലാൻ നടക്കുന്നത് അച്ഛനെ അമ്മയെ. അപ്പൊ 20 വയസ്സാവുമ്പോ 20 എന്നുള്ളതല്ല, അവർക്ക് തന്നെത്താൻ അവകാശം കിട്ടുമ്പോ നമ്മുടെ കടമ ലീഗലി തീരും. അത് കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് കൊടുക്കാം. സാർ, നമ്മൾ പ്രസവിച്ച് നമ്മൾ വളർത്തി നമ്മൾ വലുതാക്കിയ മക്കള് ഒരു ജോലിയിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു ഇതൊക്കെയല്ലേ ഒരു അവരോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇപ്പൊ ഈ അമ്മമാരും അച്ഛന്മാരും ചെയ്തോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും മൂപ്പിച്ചോണ്ടിരിക്കുന്ന പണിയാണ് ചെയ്തിരിക്കുന്നത്. 60ാമത്തെ വയസ്സുകാരനെ 40ാമത്തെ വയസ്സുകാരനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. 60ാമത്തെ വയസ്സുകാരനോ 80ാമത്തെ വയസ്സുകാരൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, സാറിന്റെ മകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നോ? 20 വയസ്സ് കഴിഞ്ഞാൽ അവൾ അറിയേണ്ട കാര്യമേ ഇല്ല. ഞാൻ വളർത്തിയ കുട്ടി അവൾക്ക് ഒരു പ്രശ്നം അനുഭവിക്കത്തില്ല. കാരണം നിങ്ങൾ വളർത്തുന്ന കുട്ടികൾക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് മോചനം ഇല്ല. അതുകൊണ്ടാണ് അവർ വളർന്ന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, നിങ്ങളുടെ മകള് ഒരു ഇണയെ തിരഞ്ഞെടുത്ത് നിങ്ങൾ വഴക്കായി, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരെ കൊണ്ടുപോയി കോടതിയിൽ പോയി മജിസ്ട്രേറ്റിന് മുന്നിൽ ചെല്ലുമ്പോൾ മജിസ്ട്രേറ്റ് ചോദിക്കുന്ന ചോദ്യം എന്താ? നീ ആരുടെ കൂടാ പോകുന്നത്? അത് ഞാൻ അവൻ്റെ കൂടാ പോകുന്നത്. കഴിഞ്ഞില്ലേ? അവന്റെ കൂടെ പോയിട്ട് 10ന്റെ വേറെ വിഷയമാണ്. അത് വേറെ വിവരമില്ലാതെ സംസാരിക്കാതെ. അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റിന് വിവരമില്ല. അതാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നിയമം എന്താണെന്ന് അറിഞ്ഞൂടാത്തേ. നിങ്ങൾ പഴഞ്ചൻ മനുഷ്യനാണ്.
നിങ്ങൾ ഒരു അത് കേൾക്കുന്നവരെ കാഴ്ചപ്പാടാണ്. സാർ കേൾക്കുന്നവർ- എന്നോട് പറയുമ്പോ ഞാൻ കേൾക്കുന്നത് ആ രീതിയിലാണ്. കാരണം എനിക്കിത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. കാരണം 20 വയസ്സ് അല്ലെങ്കിൽ വോട്ടവകാശം കിട്ടുമ്പോൾ നമ്മുടെ ബാധ്യത തീർന്നു, നമ്മുടെ മക്കളുടെ ബാധ്യത നമ്മളിൽ തീർന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്ത് ന്യായമുണ്ട് എന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിയില്ലാതെ അങ്ങനെ. അപ്പൊ പിന്നെ ഈ അച്ഛനമ്മമാർ മക്കളെ വളർത്തി പഠിപ്പിച്ച് അവരെ ഒരു നിലയിലെത്തുന്ന അച്ഛനമ്മമാർക്കൊന്നും വിവരമില്ല എന്നാണ് സാർ പറയുന്നത്. അതെങ്ങനെ പറയാൻ പറ്റും സാർ? അച്ഛനമ്മമാർക്ക് സാർ പറയും, പക്ഷെ അത്തരത്തിൽ മക്കളെ വളർത്തുന്ന അച്ഛനമ്മമാർ അത് പറയില്ല. മക്കളെ വളർത്തുന്ന അച്ഛനമ്മമാരല്ല, മക്കളെ ജീവിതകാലത്ത് മോചിപ്പിക്കാത്ത അച്ഛനമ്മമാരാണ് സാർ. അവര് അവര് കഷ്ടപ്പെട്ട് 10 മാസം ചുമന്ന് പ്രസവിച്ച് ഉണ്ടാക്കിയ മക്കൾ വഴിതെറ്റി പോകുന്നത് ഒരു അച്ഛനമ്മമാരെ. 18 വയസ്സ് വരെ 18 വയസ്സ് കഴിഞ്ഞാൽ മക്കൾ വഴിതെറ്റില്ലത് എന്താണ് സാർ ഉറപ്പ്? 18 വയസ്സ് കഴിഞ്ഞാൽ മക്കൾ സുരക്ഷിതത്വമാണെന്ന് എന്താണ് ഉറപ്പ്? എന്ത് ഉത്തരവാദിത്വമാണ്? 18 വയസ്സ് കഴിഞ്ഞാൽ എന്റെ മക്കളുടെ ഉത്തരവാദിത്വം എനിക്ക് കഴിഞ്ഞു, പിന്നെ അവർ ജീവിക്കുക. അപ്പോ നമ്മളെ ഉത്തരവാദിത്വത്തിൽ മാറി അവർക്ക് സ്വയം ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ല എന്നുള്ള ചർച്ച ഇല്ല. നിങ്ങൾക്ക് വളർത്താൻ അറിഞ്ഞുകൂടെങ്കിൽ മാത്രമേ അങ്ങനെ ആകത്തുള്ളൂ. അതെങ്ങനെയാണ്? നമുക്ക് വളർത്താൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മുടെ മക്കൾ 18 വയസ്സ് കഴിയുമ്പോ വഴിതെറ്റുമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു മോശപ്പെട്ട സ്ത്രീയുടെ ഒരു കുഞ്ഞ് മോശപ്പെട്ട സ്ത്രീകളൊന്നും എനിക്കില്ലല്ലോ. സമൂഹം അടിമയാണ്, അടിമയുടെ വെപ്രാളമാണ്. ധന്യ എന്ന അമ്മയ്ക്ക് ധന്യയുടെ മകൻ ധന്യയിൽ നിന്ന് വിട്ടുപോകരുത് എന്നും ഒരിക്കലും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് നമ്മൾ സൃഷ്ടിച്ച നമ്മുടെ മക്കൾ അവരെ ഒരു പ്രായം കഴിയുമ്പോൾ അവർ പക്വതയായി എന്ന് തോന്നുന്ന സമയത്ത് അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയും സ്വാതന്ത്ര്യത്തോടെ എന്ന് നമുക്ക് തോന്നുന്ന സമയത്തല്ലേ നമ്മൾ പറത്തി വിടേണ്ടത്. അല്ലാതെ നിനക്ക് വോട്ടവകാശം കിട്ടി, ഇനി എനിക്ക് നിന്നെ നോക്കാൻ പറ്റില്ല, നീ വളർന്നു, നീ പക്വോ, ഇതാണ് കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. നമ്മുടെ നാട്ടില് പറയില്ല പക്വതയായത്. അല്ല, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ല. 100%, 90% കുടുംബാംഗങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ നമുക്കൊപ്പം നിൽക്കുന്ന ഒരാള്, അദ്ദേഹത്തിന് 2 ആമക്കളുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾ വിഷയം പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളുടെ വശം വാദിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്ന കേക്ക്. 18 വയസ്സ് കഴിയുമ്പോൾ വോട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാ? പ്രായപൂർത്തിയായതുകൊണ്ട്. അത് തന്നെയാണ് പറഞ്ഞത്. പ്രായപൂർത്തി വോട്ടവകാശം കിട്ടുന്ന എല്ലാവർക്കും പ്രായപൂർത്തിയാകണമെന്നില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. 18 വയസ്സ് വെച്ചിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നത് അടിമകളെയാണ്. അതുകൊണ്ടാണ് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 18 വയസ്സ് നമ്മൾ വെച്ചിരിക്കുന്നത് ബുദ്ധിവികാസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നതിന് ഒരു വോട്ട് കൊടുത്തത്. അല്ലാതെ നിങ്ങൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വികാസം ഉണ്ടാകത്തില്ല. കാരണം നിങ്ങൾക്ക് വളർത്താൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഏറ്റവും അൺപ്രൊഫഷണലായിട്ട് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വളർത്തണം, അടിമകളായി വളർത്താനായിട്ട് പണ്ടുള്ളവർക്ക് അറിയാം. അനുസരണയായിരുന്നു വീടുകളിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞാൽ അനുസരിക്കുന്നവരെയായിരുന്നു നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പൗരന്മാരെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടതുണ്ട്. സ്വന്തമായ അവകാശവും ഉത്തരവാദിത്വവും കടമകളുമുള്ള മനുഷ്യരെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ പൗരബോധത്തിനെ പറ്റി അറിവുണ്ടാകണം. അത് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നത് കൃഷി കുടുംബത്തിനകത്തെ അംഗത്തിനെയാണ്. കൃഷി കുടുംബത്തിനകത്ത് നിങ്ങളുടെ അറിവാണ് മക്കൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. നിങ്ങൾ എപ്പോഴാണോ സ്കൂളിലേക്ക് കുട്ടികളെ വിടാൻ തുടങ്ങുമ്പോൾ ലോകത്തിൽ നിങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് അച്ഛന്മാർ എഴുതിയ പുസ്തകം പഠിച്ചിട്ട് വരുന്ന കുട്ടിയാണുള്ളത്. നിങ്ങളുടെ 1000 മടങ്ങ് അറിവുള്ളതാണ് ആ കുഞ്ഞ്. ആ കുഞ്ഞിനെ നിങ്ങൾ വീണ്ടും കുഴലിലാക്കി എനിക്കാണ് അറിവുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് അവരോട് സംസാരിക്കാൻ തുടങ്ങുന്ന ആളാണ് നിങ്ങൾ. അല്ല, നിങ്ങൾ അമ്മയോ അച്ഛനോ ഒന്നുമല്ല, അടിമകളെ വളർത്തിയെടുക്കുന്ന ആളാണ്. നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അമ്മയുടെ അച്ഛൻ്റെയും എന്തറിവാണോ അത് തന്നെയായിരുന്നു മക്കൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ കൃഷിക്കാരായിരിക്കുന്നവരുടെ ബോധത്തിലാണ് നിങ്ങളുള്ളത്. വ്യവസായ കുടുംബമാണ് ഇന്ന് ലോകത്തുള്ളത്. വ്യവസായ കുടുംബമായതുകൊണ്ടാണ് അണുകുടുംബമാകുന്നത്. ആ അണുകുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ വിദ്യാഭ്യാസം കൊടുക്കാൻ ബാധ്യതയുണ്ട്. നിങ്ങൾ പഠിപ്പിക്കുന്നത് മാത്രമാണ് കുട്ടികൾക്ക്. നിങ്ങൾക്കാണ് കുട്ടികളെക്കാളും കൂടുതൽ അറിവുണ്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കൃഷി മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ കുലത്തൊഴിൽ മാത്രമേ അറിയൂ. എൻജിനീയറിങ്ങിൽ എങ്ങനെ പാലം ഉണ്ടാക്കണമെന്ന് നിങ്ങൾ പഠിപ്പിക്കുമോ? ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്നത് നിങ്ങൾ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുമോ? കോടതിയിൽ വക്കീലായിട്ട് വാദിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നിങ്ങൾക്ക് ഒരു വിവരമില്ലാത്ത മനുഷ്യനാണെന്ന് തിരിച്ചറിയണം. ഇതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകം മാറി,
പൗരബോധ നിർമ്മാണം നടക്കുന്ന വീടുകൾ ഉണ്ടാകാതിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ വളർത്തുന്ന കുട്ടിയാണെന്ന് പറഞ്ഞല്ലോ. കോളേജിനകത്ത് അധ്യാപകരെ നിയമിക്കുന്നത് നിങ്ങളാണോ? അല്ല. റോഡ് ഉണ്ടാക്കിയത് നിങ്ങളാണോ? അല്ല. ട്രാൻസ്പോർട്ടേഷൻ വരുത്തുന്നത് നിങ്ങളാണോ? അല്ല. നിങ്ങൾ വളരെ ചെറിയൊരു റോള് മാത്രമേ നിങ്ങളുടെ കുട്ടിയെ വളർത്തുന്നതിനകത്തുള്ളൂ. അല്ലാതെ നിങ്ങളുടെ കണക്കാക്കുന്നോ ഇല്ലയോ വീണ്ടും വെറുതെ മിണ്ടിക്കൊണ്ടിരിക്കാതെ. സാറ് പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. 18 വയസ്സാകുമ്പോൾ കുട്ടികളുടെ വോട്ടവകാശം വന്നു എന്ന് പറഞ്ഞു. നമ്മളിപ്പോ പിണറായിയോ VD സതീശനെയോ BJPയുടെ ഏതെങ്കിലും നേതാവിനെ കാണിച്ചു കൊടുത്തിട്ട് നിനക്ക് ഇതിൽ ആരൊക്കെയാണോ വോട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു, അവിടെ ബുദ്ധിവികാസം വേണ്ട, അവൻ ആരെയാണോ തോന്നുന്നത് അവൻ അതിൽ കുത്തും. നിങ്ങൾ അതിനേക്കാളും മോശപ്പെട്ട ആളാണ്. ഈ പറഞ്ഞ 3 പേരെക്കാളും അധമമായ വിചാരങ്ങളുള്ള ആളുകളാണ് ഈ അമ്മയച്ഛനും. അയലത്തെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്നും അവരെ വെറുക്കണമെന്നും പഠിപ്പിക്കുന്ന വീടുകളാണ് നിങ്ങളുടേത്. സാമൂഹ്യ വിരുദ്ധ കേന്ദ്രത്തിലാണ് ഇന്നൊരു കുഞ്ഞ് ജനിക്കുന്നത്. അന്യരെ വെറുക്കണമെന്ന് പഠിപ്പിക്കുന്ന വീടുകളിലാണ് ജനിക്കുന്നത്. ജാതി മത ചിന്തകളുള്ള വീടുകളിലാണ് ജനിക്കുന്നത്. നല്ല വീടൊന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അതിനി ഉണ്ടാക്കേണ്ടതാണ്. അതിനാണ് ക്ലാസ് റൂമിൽ പഠിപ്പിച്ച മക്കൾ വളർന്ന് ക്ലാസ് റൂമിനകത്തുനിന്ന് വീട്ടിലോട്ട് പോകുന്ന കുട്ടികളുണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ വരുമ്പോൾ അമ്മയും അച്ഛനും പറഞ്ഞാൽ അനുസരിക്കാത്തത്. ഈ പറഞ്ഞാൽ അനുസരിക്കുന്നത് അനുസരിക്കാത്ത എന്തുകൊണ്ടാ? അമ്മയ്ക്കും അച്ഛനും വിവരമില്ലെന്ന് അവർ തിരിച്ചറിയുന്നത്. അടിമകളാണ്. അടിമകളാണ്. കാരണം അവർക്ക് സ്വന്തമായി ചിന്തിക്കാനായിട്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ ബോസ് പറയുന്നത് നമ്മൾ അനുസരിക്കുന്നത് നമ്മൾ അടിമകളായതുകൊണ്ടാണ്. അടുത്ത മാസം ബജാജിയാരി പൈസ ചോദിച്ചു വരുമ്പോൾ നമ്മൾ എവിടെ എടുത്തിട്ട് കൊടുക്കും സാർ? കാരണം പുള്ളി അനുസരിച്ചാൽ നമുക്ക് ശമ്പളം കിട്ടുള്ളൂ. നിങ്ങൾ വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. ഈ നിലനിൽക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് അനുസരണയുടേതാണ്, ജനാധിപത്യത്തിൻ്റെതല്ല. അവകാശമുള്ള തൊഴിലാളി ഉണ്ടായെന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അടിമയ്ക്ക് അവകാശമില്ല, അനുസരണ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അടിമകളെയാണ് മക്കളെന്ന് പറഞ്ഞ് വളർത്തുന്ന അടിമകളെയാണ്. ഞാൻ നിർത്തി. സാറിന്റെ കാഴ്ചപ്പാട് സാറിന്റെ കാഴ്ചപ്പാടേ അല്ല, എന്റെ കാഴ്ചപ്പാടേ അല്ല ഞാൻ പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സാറിന്റെ കാഴ്ചപ്പാട് എന്റെ കാഴ്ചപ്പാടാണോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അല്ല, ഭരണഘടന സാറിന്റെ കാഴ്ചപ്പാടെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് പറയുന്നത് സാറിന്റെ കാഴ്ചപ്പാട്, ഞാൻ പറയുന്നത് എന്റെ കാഴ്ചപ്പാട്. അത് കൊള്ളാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ എന്റെ കാഴ്ചപ്പാടാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, 18 വയസ്സായ ധന്യയുടെ മകന് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള വിവേക ബുദ്ധി ഇല്ലെങ്കിൽ തന്നെ എവിടെയാണ് കുട്ടിയെ വളർത്തി വിവേക ബുദ്ധിയെന്നല്ല ഞാൻ പറഞ്ഞത്. ബുദ്ധി വികസനം 18 വയസ്സിൽ തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്ത് അച്ഛനമ്മമാർ 18 വയസ്സ് തികയുമ്പോൾ തന്നെ മക്കളെ ഞാനത് വിശ്വസിക്കുന്നില്ല. ഇല്ലെങ്കിലും ഒരു കാര്യമില്ല. പട്ടാളത്തിൽ 18 വയസ്സായ ഞാൻ പറയുന്ന വിഷയം ഒന്ന് കേൾക്കാനെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വിവരമെങ്കിലും ഉണ്ടാക്കുക, മനസ്സിലാക്കാനുള്ള വിവരം. അല്ലാതെ നിങ്ങൾ ചെയ്യാനോ പോലും അല്ല പറയുന്നത്. 18 വയസ്സാകുന്ന ആളിന് കൊടുത്തിരിക്കുന്നത് അത് 18 എന്നുള്ളത് നിങ്ങൾക്ക് 21 ആക്കാം, 25 ആക്കാം, വ്യത്യാസമില്ല. പൊതുസമ്മതിയാണത്. ഒരു നാടിനകത്ത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടാക്കിയേ പറ്റൂ. നിങ്ങൾ അംഗീകരിക്കേണ്ട മക്കളെ പറത്തി വിടൂ എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. കഷ്ടമാണ്. നിങ്ങൾ ആരും അല്ല ഈ ലോകത്ത്, അല്ല, അത്രയും മനസ്സിലാക്കുക. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നത് വഴി ഒരു കാര്യമില്ല. നമ്മൾ തമ്മിൽ ഒരു സംസാരമില്ല. അങ്ങനെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി ഉണ്ടാക്കാനൊക്കത്തില്ല. ഞാൻ എന്റെ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് മാത്രമേ പെരുമാറാൻ പറ്റൂ. അല്ല, നിങ്ങളുടെ വഴിയില്ല. അങ്ങനെയാ അത് മനസ്സിലാക്കേണ്ടത്. നാട്ടിനകത്ത് ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വഴി കൂടെ ഓടിക്കുമെന്ന് പറയാൻ ഒക്കത്തില്ലെന്ന്. അത്രയും നിങ്ങൾ അറിയണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പൊതു നിയമമാണ്. നിയമത്തിന് മുമ്പിൽ നമ്മൾ തുല്യരാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ നിങ്ങൾ കൈകെട്ടിയിരുന്നാലൊന്നും ഇത് മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് വിവരമില്ലാതെ സംസാരിക്കാതെ ഈ വിഷയം മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് കൊണ്ടല്ല, എൻ്റെ കാഴ്ചപ്പാടല്ല പറയുന്നേ. പണ്ട് കാലത്ത് ആളുകൾ മേല് കീഴുള്ള മൂല്യബോധത്തോടെ വളർത്തുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അനുസരണയുള്ളവരെ വളർത്തിയിരുന്നത്. ആ അനുസരണ ഉള്ളവരെ അല്ല ജനാധിപത്യത്തിനകത്ത് ആവശ്യം. അറിഞ്ഞു പെരുമാറുന്നവരെയാണ്, ഉത്തരവാദിത്തമുള്ളവരെയാണ്. ഇതാണ് ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കുന്ന ക്ലാസ് റൂം നമുക്ക് ഇതുവരെ നേരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് വേറെ വിഷയമാണ്. ഇത് കൂട്ടിക്കുഴയ്ക്കരുത്. ക്ലാസ് റൂമിനകത്ത് പൗരബോധമുള്ളവരെ ഉണ്ടാക്കി
തുല്യരായി പെരുമാറുന്ന ആളുകളെ ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ മാറുന്നത്. അല്ലാതെ നിങ്ങൾ വളർത്തുന്ന മക്കളൊന്നും ലോകത്തില്ല. കാരണം 99% വർക്ക് വേറെ സമൂഹമാണ് ചെയ്യുന്നത്, നിങ്ങളല്ല. ജനിതകം പോലും നിങ്ങളുടേതല്ല. അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ സ്വന്തം ജനിതകമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കൊച്ചിന് കൊടുത്ത ജനിതകം അടുത്ത കൊച്ചിന് കൊടുക്കുമല്ലോ? കൊടുക്കത്തില്ല, കൊടുക്കാൻ ഒക്കത്തില്ല. അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളുണ്ടാക്കിയ കുട്ടി ആരാണെന്ന് പോലും നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഉണ്ടാകുന്ന കുഞ്ഞെന്ന് പറയുന്നത് ആണാന്നോ പെണ്ണാന്നോ തീരുമാനിച്ചിട്ടല്ല, അത് വരികയാണ് ചെയ്യുന്നത്. ജനിതകം എന്ന് പറയുന്നത് കോടിക്കണക്കിന് വർഷം കൊണ്ട് രൂപപ്പെട്ടതാണ്, അല്ലാതെ നിങ്ങളുടെ വകയല്ലത്. നിങ്ങൾ 18 മാസം ചുമക്കുവോ അല്ലെങ്കിൽ 5 മാസം ചുമക്കുവോ? ഒന്നുമല്ല. 5 മാസം ചുമന്ന് പ്രസവിക്കണോ തോന്നിയാ പ്രസവിക്കും. തോന്നിയ പ്രസവിക്കുന്നു. ചില ആളുകൾ 5 മാസത്തിൽ അല്ല, ചില കുട്ടികൾ 5 മാസത്തിൽ പ്രസവിച്ചവരുണ്ട്, 6 മാസത്തിൽ പ്രസവിച്ചവരുണ്ട്. 10 മാസം തന്നെ ചുമന്ന് പ്രസവിക്കണമെന്നില്ല. 10 മാസം തന്നെ ചുമന്ന് പ്രസവിക്കണമെന്നൊന്നുമില്ല സാർ. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ 5-ലോ 6-ലോ പോലെ വിവരം കെട്ട ഒരു പറച്ചിൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് കേട്ടിട്ടില്ല. അമ്മയ്ക്കും അച്ഛനും കുട്ടികളുടെ മേൽ അങ്ങനെ അവകാശമൊന്നുമില്ല. കുട്ടികൾ ടൂൾസ് ആണ് അച്ഛനും അമ്മയും. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമേ അല്ലത്. എന്റെ കാഴ്ചപ്പാടും ഞാൻ നിങ്ങളുടെ കാഴ്ചപ്പാടും അല്ലത്. നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടും അല്ല, നിങ്ങളുടെ വിശ്വാസവും അല്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതാണ്. ആ പഠിപ്പിച്ച സാധനത്തിനെ പറ്റി ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ ഇതുവരെ വിശ്വസിക്കില്ല. അത് തന്നെ നിങ്ങളുടെ തുടങ്ങുമ്പോൾ ഞാൻ അത് തിരുത്താൻ തുടങ്ങും. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ച വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചതുകൊണ്ട് എനിക്ക് ഒരിടവും ഒരു തെറ്റ് സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളെ കണ്ടാൽ തന്നെ കുളിക്കണം, അത്രയും മോശമാ.